വാഹനാപകടമെന്ന് കരുതിയ മരണം കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമെന്ന് തെളിഞ്ഞതിന്റെ ഞെട്ടലിലാണ് പത്തനംതിട്ട കീഴ്കൊഴുത്തൂർ. അമ്പാടി സുരേഷ് എന്ന 24-കാരൻ റാന്നിയിൽ കാറിടിച്ച് മരിക്കുകയായിരുന്നില്ല. കാർ കയറ്റി അമ്പാടിയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇടിച്ചിട്ട കാർ ശരീരത്തിലൂടെ കയറ്റിയിറക്കി മരണം ഉറപ്പാക്കുകയും ചെയ്തു. തമ്മിലടിയിൽ തുടങ്ങിയ തർക്കം ഒരാളുടെ ജീവനെടുത്തതിൽ കലാശിച്ച ആ റിപ്പോർട്ടിലേക്ക് വിശദമായി പോകാം. നാടിനെ നടുക്കി വീണ്ടും അരുംകൊല. മദ്യലഹരിയിൽ തമ്മിലടി. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ കാർ ശരീരത്തിലൂടെ കയറ്റിയിറക്കി കൊലപാതകം. ഇതാണ് റാന്നി മന്ദമരുതിയിൽ സംഭവിച്ചതെന്നാണ് 24 മണിക്കൂർ പിന്നിടുമ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത റാന്നി പിന്നിട്ടെത്തുന്ന മന്ദമരുതി. ഇന്നലെ രാത്രി 7 മണിക്കായിരുന്നു സംഭവം. കാറിൽ നിന്നും പുറത്തിറങ്ങിയ അമ്പാടി സുരേഷിനെ മറ്റൊരു വാഹനം വന്നിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ അമ്പാടി ബോണറ്റിലേക്ക് വീണു. പിന്നാലെ റോഡിലേക്കും. യുവാവിന്റെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങി. റോഡ് അപകടത്തെ തുടർന്നുള്ള മരണം. ആദ്യ വിവരം ഇങ്ങനെ തന്നെയായിരുന്നു. റാന്നി പോലീസ് FIR രജിസ്റ്റർ ചെയ്തതും ഇങ്ങനെ തന്നെ. എന്നാൽ രാത്രി വൈകി ലഭിച്ച വിവരമാണ് സാധാരണ അപകട മരണമല്ല, ഇതൊരു കൊലപാതകമാണ് എന്നതിന്റെ സൂചനകൾ ലഭ്യമാക്കിയത്. സംഭവ സമയം ഒപ്പം അമ്പാടിയുടെ 2 സഹോദരങ്ങളും സുഹൃത്തും സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ സംഭവിച്ചത് കേവലം റോഡപകടമല്ല എന്ന വിവരം ഇവർ ആദ്യം മറച്ചുവെച്ചു. സംസാരത്തിൽ പന്തികേട് തോന്നിയതോടെ ബന്ധുക്കൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കാറിടിപ്പിച്ച വിവരം ഇവർ തന്നെ പിന്നീട് പോലീസിനോടും പങ്കുവച്ചു. എന്തൊക്കെ പ്രശ്നമുണ്ട്, ആരാണ്ടൊക്കെ പ്രശ്നമുണ്ടായി. അങ്ങനെ അവരാരണ്ടോ പിന്നെ വണ്ടി ഇടിച്ചിട്ടിട്ട് അവൻ്റെ മണ്ടയ്ക്കൂടെ ദേഹത്തൂടെ വണ്ടി അരച്ചു കയറിപ്പോയെന്നാണ് പിള്ളേർ പറയുന്നത്. അങ്ങനെ കരുതിക്കൂട്ടി അവന്മാർ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. പോലീസ് നൽകുന്ന വിവരം ഇങ്ങനെയാണ്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. അമ്പാടിയുടെ സഹോദരങ്ങൾ വിനു, വിഷ്ണു, സുഹൃത്ത് മിഥുൻ എന്നിവർ റാന്നിയിൽ വഴിയോരത്ത് നിൽക്കവേ കാറിലെത്തിയ പ്രതി അജോ അകാരണമായി അസഭ്യം പറഞ്ഞു. ഇയാളെ പിന്തുടർന്ന 3-അംഗ സംഘം ബിവറേജസ് ചില്ലറ വിൽപ്പനശാലയ്ക്ക് വെളിയിൽ അജോയെ തല്ലി. തുടർന്ന് സ്ഥലത്തു നിന്നും കടന്നു. അടികൊണ്ട അജോ സുഹൃത്തുക്കൾ അരവിന്ദ്, ശ്രീകുട്ടൻ, അക്സം ഖലീം എന്നിവരെ വിളിച്ചു വരുത്തി. തുടർന്ന് കിക്കൊഴൂരിൽ മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തി. ഇതറിഞ്ഞ മൂവർ സംഘം മറ്റൊരു സ്ഥലത്ത് പോയിരുന്ന അമ്പാടിയെ വിളിച്ചു വരുത്തി. തുടർന്ന് ഇരു സംഘങ്ങളും റാന്നി മന്ദമരുതിയിൽ ഏറ്റുമുട്ടി. ഇതിനിടെയാണ് അമ്പാടിയുടെ നേർക്ക് കാർ ഓടിച്ചു കയറ്റിയത്. സംഭവത്തിന്റെ പൂർണ്ണ വിവരം ശേഖരിച്ച പോലീസ് രാത്രി തന്നെ തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി. നിർത്താതെ പോയ കാർ പ്രതി അരവിന്ദിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. കേസിലെ 4-ാം പ്രതി അക്സം ഖലീമിനെ രാത്രി തന്നെ പിടികൂടി. അത് അസഭ്യം വിളിച്ചെന്ന കാരണത്താൽ മിഥുനും അജോനെ കയ്യേറ്റം ചെയ്തു. ആ സമയം അജോ ഇതിലെ 3-4 പ്രതികളെ വിളിച്ചു വരുത്തി. അതിനുശേഷം ഇതിനകത്ത് മിഥുൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇവർ ഭീഷണിപ്പെടുത്തുകയും ചുറ്റും ചെയ്തു. അതിനുശേഷം ഇത് കഴിഞ്ഞ് ഇവർ എരുമേലിൽ നിന്ന് തിരികെ വന്ന സമയം ഇവർ തമ്മിൽ മന്ദമരുതി വെച്ച് ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റുണ്ടായി, വെല്ലുവിളികളുണ്ടായി. അപ്പം മന്ദമരുതി വെച്ച് ഇവർ തമ്മിൽ പരസ്പരം കണ്ടപ്പോൾ അടിപിടി കൂടി. അതിനുശേഷം ഇതിൽ 1-ാം പ്രതി കാറുമായിട്ട് പോയി തിരികെ വന്നപ്പോൾ റോഡിൽ സൈഡിൽ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ഈ മരണപ്പെട്ട ആളെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുകയാണ്. പോലീസ് നീക്കം മനസ്സിലാക്കി പ്രതികൾ അരവിന്ദ്, അജോ, ശ്രീകുട്ടൻ എന്നിവർ മറ്റൊരു കാറിൽ സ്ഥലത്തു നിന്നും കടന്നു. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനും ബന്ധുക്കൾ നൽകിയ വിവരവും കണക്കിലെടുത്താണ് ഇവർ എറണാകുളത്തുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചത്. വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാരുടെ സംയുക്ത നീക്കത്തിലൂടെയാണ് ഇവരെ പിടികൂടിയത്. കാറും കസ്റ്റഡിയിലെടുത്തു. പ്രതികൾക്ക് അമ്പാടിയോട് മുൻവൈരാഗ്യമുണ്ടായിരുന്നില്ല. അതേസമയം അമ്പാടി അപകടത്തിൽ മരിച്ചുവെന്ന് കരുതിയിരുന്ന കുടുംബാംഗങ്ങൾ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ്. ആദ്യം പറഞ്ഞതൊരു ആക്സിഡന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീടാണ് ഞാൻ ഇന്ന് രാവിലെയോടൊക്കെ കൂടിയാണ് അറിയുന്നത് ഇങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മനഃപൂർവ്വം വണ്ടി ഇടിച്ചാണെന്നുള്ളത് ഞാൻ രാവിലെ അറിയുന്നത്. അതിനുശേഷം പോലീസ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊരു മർഡർ അറ്റംപ്റ്റ് ആണ്, അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറയാം. നിർധന കുടുംബാംഗമാണ് അമ്പാടി. 1.5 വർഷം മുൻപായിരുന്നു വിവാഹം. കുടുംബം താമസിക്കുന്ന വീടിനോടടുത്ത് വാടകയ്ക്കായിരുന്നു താമസം. പിക്കപ്പ് വാഹനത്തിൽ പഴവർഗ്ഗങ്ങൾ വിൽപ്പന നടത്തുന്നതായിരുന്നു തൊഴിൽ.
അമ്പാടിയുടെ വയറ്റിലൂടെ കാർ കയറി ഇറങ്ങി. വാരിയെല്ലുകൾ ഒടിഞ്ഞ നിലയിൽ, ശരീരമാസകലം ഉരഞ്ഞ പാടുകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തുന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദ റിപ്പോർട്ട് തന്നെയാകും കേസിൽ നിർണായകമാവുക. റാന്നിയിൽ നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.